ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇന്ന് എന്റെ പയറ്റാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വാൾപ്പയറ്റാണെന്ന്. വാൾപ്പയറ്റല്ല ഗൈസ്, പണപ്പയറ്റാണ്. അപ്പൊ നമ്മുടെ മലബാർ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ, ചിലപ്പോ മറ്റു സ്ഥലങ്ങളിൽ ഇത് ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവമാട്ടോ ഈ പണപ്പയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ തയ്യാറെടുപ്പാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, പയറ്റിലേക്ക് വരുന്ന ആൾക്കാർക്കുള്ള നമ്മളെ ചിക്കൻ കറിയും നമ്മള് നെയ്പ്പത്തിലാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ തേങ്ങ വറവാട്ടോ ഈ കണ്ടുവരിക്കുന്നത്. ചിക്കൻ കറിയുടെ അപ്പുറത്തുണ്ട്. എന്താണ് ജിത്തു പറയാൻ നിനക്കുള്ളത്? പറയൂ. എന്താണ് പറയേണ്ടത്? അറിയോ? അത് പറയൂ. അതാ അപ്പുറ ചിക്കൻ തിളച്ചുകൊണ്ടിരിക്കുന്നു, കാണിച്ചു കൊടുക്ക്. ചിക്കൻ തിളച്ചുകൊണ്ടിരിക്കുന്നു, കാണിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ചിക്കൻ കറി കണ്ടിട്ട് വരാം. രമ്യച്ചനെ കാണിച്ചു കൊടുക്ക്. രമ്യച്ച് ഓടി. ചിക്കൻ കറി തിളച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് നീ സംസാരിക്കും, അങ്ങനെയാണോ? ഓക്കെ, നമ്മൾ ചിക്കൻ കറി ശരിയായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. മിഥുനേട്ടനെ വിളിച്ചാ? ഇല്ല, ഇതിനെ വിളിച്ചിട്ടില്ല. സരുണ വരുന്നത്. സരുണ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇങ്ങനെയാ പരിപാടി എന്നുള്ള. ഓക്കെ, വാ. അപ്പൊ ഗൈസ്, എന്താണ് പണപ്പയറ്റ് എന്നുള്ളത് നമുക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റൂല അല്ലേ? അപ്പോൾ അത് ഈ കാണുന്നുണ്ടോ? ഇതാണ് നമ്മളെ പണപ്പയറ്റിന്റെ ബുക്ക് കേട്ടോ. ഇതാണ് നമ്മൾ അതിന്റെ ബുക്ക്. ഇതിങ്ങനെ പയറ്റ് നടത്തുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഒരു ബുക്ക്. അപ്പോൾ ഈ ഒരു ബുക്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസ, അതായത് എങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ മറ്റൊരാൾക്ക് ഇപ്പോൾ കൊടുക്കും പൈസ. ഇപ്പോൾ എത്ര പൈസ ഒരു ലിമിറ്റായ പൈസ ഒന്നുമില്ല. അപ്പം നമുക്ക് എനിക്ക് എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചിലപ്പോൾ 500 കൊടുക്കാം, ചിലപ്പോൾ 1000 കൊടുക്കാം, ചിലപ്പോൾ 2000 കൊടുക്കാം, 2500 കൊടുക്കാം. അങ്ങനെ ആ പൈസ നമ്മൾ ഇന്ന് എൻ്റെ പയറ്റൊന്നും അല്ല, അതുപോലെ മറ്റൊരാളുണ്ടാവും. അപ്പോൾ അയാൾക്ക് പയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് പയറ്റും. എത്ര എന്നെ കൊണ്ട് കഴിയാവുന്ന പൈസ നമ്മൾ അവിടെ കൊണ്ടുപോയി പയറ്റും. അത് 1000, 500 എത്രയോ ആയിരിക്കും. പിന്നെ ഞാൻ അത് വെക്കുന്ന സമയത്ത് അയാൾക്ക് ഞാൻ 1000 ആണ് കൊടുത്തതെങ്കിൽ അയാൾ അതിൻ്റെ നേരെ ഡബിൾ എനിക്ക് ഇങ്ങോട്ട് തരണം. അതായത് ഞാൻ കൊടുത്തതും പിന്നീട് അയാൾ കഴിക്കുമ്പോൾ അയാൾക്ക് കിട്ടാനുള്ളതായിട്ടുള്ള പൈസ 1000. അങ്ങനെ 1000-ന് 2000 അയാൾ ഇങ്ങോട്ട് പറ്റും. അങ്ങനെയാണ് ഈ പണപ്പയറ്റ് എന്ന് പറയുന്ന സംഭവം. അത് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇത് അവിടെ വന്നിട്ട് അവരെത്രയാ പയറ്റുക എന്നുള്ള കണക്ക് നമ്മളിങ്ങനെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി ക്രമമായിട്ട് ഇങ്ങനെ എഴുതി വെക്കും. ഓരോരുത്തർ പേരും അവർ തന്ന പൈസയും നമ്മളിങ്ങനെ എഴുതി വെക്കും. അപ്പോൾ അത് നോക്കിയിട്ടായിരിക്കും അവിടെ നിന്ന് നമ്മളെ പയറ്റാൻ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, നമുക്ക് പയറ്റുക. അപ്പോൾ അത് നമ്മൾ എഴുതാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എഴുതുമ്പോൾ ഞാൻ ഓരോന്ന് ഇപ്പോൾ വായിച്ചു കൊടുക്കും. അപ്പോൾ അത് വായിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താക്കാം മനസ്സിലാവും എങ്ങനെയാണ് സിസ്റ്റം എന്നുള്ളത്. അതേപോലെ തന്നെ ഇതിനൊരു കത്തുണ്ട് കേട്ടോ. നമ്മളെ കല്യാണക്കുറി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു കുറിയുണ്ട്. ആ കുറി ഞാൻ അപ്പോൾ ഗൈസ് ഇതാട്ടോ നമ്മളെ പയറ്റ് കുറി എന്ന് പറയുന്ന സാധനം. കുറി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ആർക്കാണോ കൊടുക്കേണ്ട അയാളുടെ പേര് നമ്മളിത് ഇവിടെ എഴുതും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 2026 ജൂൺ 17 ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ശേഷം മാവള്ളി ബാലന്റെ പീടികയിൽ വെച്ച് നടത്തുന്ന പണപ്പയറ്റിനെ താങ്കളെ ക്ഷണിക്കുന്നു. സ്നേഹപൂർവ്വം തോട്ടത്തിൽ പ്രജീഷ്. ഇങ്ങനെയായിരിക്കും നമ്മളെ പണപ്പയറ്റിന്റെ കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ അയാൾ ആർക്കാണോ കൊടുക്കേണ്ട അയാൾക്ക് പേര് എഴുതിയിട്ട് നമ്മൾ കൊണ്ട് കൊടുക്കുക ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഈ ബുക്ക് നോക്കിയിട്ട് നമ്മളിപ്പോൾ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതുണ്ടോ, ഇങ്ങനെ നമ്മൾ പയറ്റിയ ആൾക്കാരൊക്കെ പൈസ എത്രയാണെന്നുള്ളതും മറ്റേ നമ്മളിങ്ങനെ പേരും ഇവിടെ ഇങ്ങനെ ഈ ബുക്കിൽ എഴുതി വെക്കും കേട്ടോ. അപ്പോൾ ഇനി ഇത് നേരെ നമ്മൾ പേപ്പറിൽ എഴുതി വെക്കും. കാരണം നമ്മൾ അവിടെ വരുന്ന ആൾക്കാർക്ക് വേഗം എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണക്ക് നമ്മൾ പേപ്പറിൽ എഴുതി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു പണപ്പയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളെ സഹായിക്കുന്നതാണ് പണ്ട് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ അത് പിന്നെ വളർന്ന് ഒരു വലിയ ഈ ഒരു സെറ്റപ്പിലേക്കൊക്കെ ആയി. അന്ന് 5 റുപ്യ, 1 റുപ്യ, 2 റുപ്യ ആ രീതിയിലായിരുന്നു പണ്ട് തുടക്ക കാലത്തൊക്കെ. ഇപ്പം അത് ഏറ്റവും ചുരുങ്ങിയത് 1000, 2000, 2500 ആ ഒരു റേഞ്ചിലെത്തി കേട്ടോ. അപ്പോൾ ചിലപ്പോൾ വലിയ ആൾക്കാർ ടീമുണ്ട് കേട്ടോ. നമ്മളൊക്കെ സാധാരണ നിങ്ങൾക്ക് അറിയാലോ, ആ ഒരു ലെവലിലെ ആൾക്കാരുണ്ട്. നമ്മളൊരു 1000, 1500, 2000, 2500 ആ ലെവലിലേക്ക് പോകും. വലിയ ടീമാണെങ്കിൽ ഈ പറഞ്ഞത് അത് 10,000, 15,000, 20,000, 25,000 അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരാൾ തന്നെ നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും 15,000 അങ്ങോട്ട് പയറ്റി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് എത്ര കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നില്ല. അതേപോലെ നമ്മൾ അവർ പയറ്റി വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുക്കണേ. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നേരെ ഷോപ്പിലെത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ എന്താ പറയാ ഷോപ്പിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ജാനൂട്ടനാണ് കേസിലിരിക്കുന്നത്. എന്താ ജാനൂട്ട രായ പറ.
രായി പറ. അപ്പൊ നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ഓരോ ആൾക്കാർ വന്നിട്ട് നമ്മളെ ഈ കണക്ക് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെ പൈസ തരും. അപ്പൊ അതിനായിട്ട് ഇവിടെ വന്നിരുന്നിട്ടാട്ടോ കേട്ടോ. അപ്പൊ ഗൈസ് ദേ സമയം 9 മണിയായിട്ടാ. അപ്പൊ നമ്മളിതാ പൈറ്റ് ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇതാ ഇത്ര നേരം കേട്ടിരുന്ന സരുണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതാ നമ്മളെ 2 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നേരെ പയറ്റ് മുടക്കുവാന്നാ സംഭവം പറയട്ടാ. പയറ്റ് മുടക്കുവാന്ന് പറയും. അപ്പൊ മുടക്കിയിട്ട് നേരെ നമ്മളിനി വീട്ടിലേക്ക് പോകുന്ന നമ്മളെ കൊണ്ടുവന്ന നെയ്പ്പത്തിലും അതുപോലെ ചിക്കൻ കറികളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും നമ്മളെ പയറ്റ് മുടക്കിയിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ മലബാർ ഏരിയയിൽ എങ്ങനെയാണ് ഈ പണപ്പയറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ.